ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ടൂറ് പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ബസ് കാത്തിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരും കൂടെ റെഡി ആവാനുണ്ട്. പിന്നെ ഇപ്പോൾ 3 മണിയായി. ഏകദേശം 3 മണിക്കാണ്, പുലർച്ചെ 3 മണിക്കൊക്കെ നമ്മൾ പോകുന്നത്. നമ്മളെ ബസ്സിൽ കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ നല്ല ഡാൻസിലൊക്കെ ആയിരുന്നു എല്ലാവരും. പാട്ടിലും അങ്ങനെ നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ നേരം പുലർക്കാനായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബസ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നേരം പുലർന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കാഴ്ച കാണിച്ചിട്ട് അവിടെ ജനൽ കൂടി കാണാം. അപ്പോൾ ഞാൻ കാണിച്ച കാഴ്ച ടൈൽസോട്ടൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് ദൂരത്തെ കാഴ്ച. നല്ല ഭംഗിയുണ്ട്. നമ്മളൊക്കെ ടൈൽസോട്ടത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഗൈസ്. അപ്പോൾ കാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇന്നുണ്ട്. വാവ്, ഇതൊക്കെ അവിടെയൊക്കെ മല പോലെ ഉണ്ട്. ഈ കാണുന്ന മുഴുവൻ മരങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ടൂറ് പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ ഗൈസ്. അപ്പം നമ്മൾ കൂടുതൽ യൂഗാലിക്സ് മരങ്ങളിൻ്റെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓ, എത്ര തവണ മരങ്ങളാണ്. എനിക്ക് നല്ല വിഷമം. വാവ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ കാണാണ് നമ്മുടെ ബസ്. നമ്മൾ കുറേ ആൾക്കാരുണ്ട്. അവിടെയുണ്ട് ഇവിടെയുണ്ട് മരങ്ങൾ. ഭംഗിയല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരം പുലർന്നു. നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാനുണ്ട്. വാവ്, കുരങ്ങിനതാ കണ്ടോ. വാവ്, ക്യൂട്ട് സ്മോളസ്റ്റ് കുരങ്ങനാട്ടോ. എന്തൊക്കെ വാവ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അതേപോലെ തന്നെയാണ് പ്രശ്നം. ആ അറ്റത്ത് പുഴയൊക്കെ ഉണ്ട്, കുറേ മങ്കീസൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കണ്ടു നല്ല സന്തോഷിച്ച് കുറേ പോവാൻ കേട്ടോ. ആണ്ട് ഇതാണപ്പോൾ ഇവിടുത്തെ കാഴ്ച. കുറേ ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതാ കുരങ്ങിന് തല്ലും പൊടിയൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ആണ്ടൊക്കെ ഒരു കുരങ്ങിനൊക്കെ അവിടെ ഇതൊക്കെ തിന്നിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ടൂറ് പോവാന്നുള്ള നല്ല ഇഷ്ടമാണ്. വാവ്, കുറേ ട്രീസുകളുണ്ട് അവിടെ കണ്ടോ. ചില ആൾക്കാർ ഇവിടെ കുതിരയിട്ടൊക്കെ പോകുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചും ഞാനും പുഴേൻ്റെ അടുത്തൊക്കെ പോയി. ഒരു കുരങ്ങൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ നമ്മൾ നോക്കിയിട്ടുണ്ട്. എനിക്ക് പേടിയാട്ടോ ശരിക്കും കുരങ്ങനൊക്കെ.
പിന്നെ ഞങ്ങളിതാ തയ്യൽത്തോട്ടത്തൊക്കെ ഇറങ്ങി. നല്ല രസം കേട്ടോ. മേലെയാണ് മക്കളെ, പക്ഷെ ഞങ്ങൾ കയറില്ല. കയറി മടുത്തു. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ അനിയന് ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. കുറേ തയ്യൽത്തോട്ടങ്ങളുണ്ടായിരുന്നു. എനിക്ക് നല്ല ഹാപ്പിയാണ്. ഞാൻ കുറേ കളിച്ചേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എൻ്റെ അനിയൻ്റെ ഒപ്പം കുറേ ഫോട്ടോ എടുക്കാനേ. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലാണിപ്പോൾ. നമ്മൾ ഗാർഡനിലെത്തിട്ടോ. വാവ്, നല്ല ഭംഗിയുള്ള പൂവുകൾ. എൻ്റെ അനിയൻ്റെയൊക്കെ പുള്ളി കയറിന് ഓഹത്തേക്ക് വരുന്നു. ഞാനും അതിൻ്റെ ഒപ്പം കയറിയിരിക്കുന്നു. ഞാൻ അവിടെ ഉണ്ട്. എൻ്റെ അനിയൻ ഒറ്റയ്ക്ക് കയറാണ്, പാവം. ഞാൻ ഇതൊക്കെ നേരാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു ശരിക്കും. കാരണം നല്ല സുഖമുണ്ട് ആ പുല്ലിലൊക്കെ കിടക്കാനും ഇരിക്കാനൊക്കെ. എൻ്റെ അനിയൻ പാവം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. എങ്ങനെയൊക്കെയോ അവന് മുകളിലെത്തിയിട്ടുണ്ട്. ഇനി വരുന്നില്ല. പാവം കഷ്ടപ്പെട്ടു. കണ്ടോ, കീന് വന്ന്. അപ്പം ഞങ്ങളിനി ഇവിടേക്കൂടെ പോവാണ്. കുറേ ഫ്ലവേഴ്സൊക്കെ കാണാനുണ്ട്. വാ, ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറാം. ഓഹോ, എൻ്റെ അനിയന് ഇവിടുത്തെ പുല്ലൊക്കെ തൊടാൻ നല്ല ഭംഗിയാണ്. ഇതാട്ടോ വെള്ളച്ചെടി. വാവ്, എത്ര തോനെ പൂക്കളാ. നിങ്ങൾ ടൂറത്തെ ഇങ്ങനത്തെ പൂവ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് ഇങ്ങനത്തെ പൂവൊക്കെ നല്ല ഇഷ്ടമാണ്. പുല്ലിൻ്റെ പല ഷേപ്പ് വെച്ച് പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കണേ. അവിടെ മയിലുണ്ട് കേട്ടോ. അവിടെ ഒരു വീടുണ്ട്. വാവ്. അപ്പം എല്ലാവരും ആണ്ട് പോയിക്കൊണ്ടിരിക്കാണ്. വാ, അവിടെ എന്തോ പൂമ്പാറ്റയെന്നറിയില്ല, പൂമ്പാറ്റയാണ്. അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളും പുല്ലുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഗാർഡൻസൊക്കെ വന്നിരിക്കുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേയിലത്തോട്ടം മാത്രമല്ലല്ലോ, ഗാർഡൻസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, പുല്ലുകളുണ്ട്, പലതുണ്ട്. സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ട്. എന്ത് ഭംഗിയുള്ള. ഇവിടെ കുറേ റോസ് പൂക്കളുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഈ കാണുന്ന എല്ലാ പൂവിനും പേരറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. വാ, ഇപ്പം നമ്മൾ ഉള്ള ഒരു വീടിൻ്റെ സെൻറ്ററിലാണ്. അടിയിൽ കുറേ ആൾക്കാരുണ്ട്. അവിടെ കേട്ടോ ഇനി ഞങ്ങൾക്ക് പോവാനുള്ളത്. അങ്ങ് അറ്റത്തേക്ക് പോയാൽ നമ്മൾ പൂൾ കാണത്തുള്ളൂ. ഈ പൂവൊക്കെ ചിലവരെ വീടിലുണ്ടാവും. എനിക്ക് ഈ പൂവ് നല്ല ഇഷ്ടമായിട്ടോ, ഈ റോസ് പൂക്കളൊക്കെ. വാവ്. അപ്പോൾ നമ്മൾക്ക് ഇത് മാത്രം വീഡിയോ എടുത്തുന്നാൽ പോരാ, ബാക്കിയുള്ള എല്ലാതും കാണിച്ചിട്ടുണ്ട്.
അവിടെ ഏതോ ഒരു ചേച്ചിക്കുണ്ട് കേട്ടോ. പ്രതിമ ചേച്ചിയാണ്. നല്ല ഭംഗിയുള്ള ചേച്ചി. എനിക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറണം. കുറേ ആൾക്കാർ കയറിയിട്ടു. അവിടെ ഇട്ടോ ഫോട്ടോ നല്ല പോലേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത്രക്കും ഭംഗിയാണ്. അതിഗംഭീരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. പിന്നെ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഞാനാണ്ട് പോവാ. ഇവിടെ ആരുമില്ല, കുറച്ച് ആൾക്കാരെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുകയാണ്. നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പൂവൊക്കെ കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് കാണുന്നത്. ഇപ്പം നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ നിറച്ച് ഫ്ലവേഴ്സ് ആട്ടോ, കണ്ടോ? പല ഭാഗത്തും ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെയാണ്. അങ്ങനെ എൻ്റെ അനിയനൊക്കെ ഓടിക്കളിക്കായിരുന്നു കേട്ടോ. എൻ്റെ അനിയനക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവുകയാണ്. എല്ലാവരും കൂടി അവിടെ കൂട്ടത്തിലിറങ്ങുകയാണ്. ഞങ്ങളിനി ഒരു സ്ഥലത്തൊക്കെ പോകണം. ഗോയ്സ്, ഇവിടെ നിറച്ച് പുല്ല. എവിടെയും ഇതുപോലത്തെ പുല്ലിയാൽ ഇല്ലാത്തില്ല.
അപ്പോൾ ഗായ്സ് ഇതാണ് നല്ല ഭംഗിയുള്ള പൂക്കൾസ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കുറേ പൂക്കൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ പൂക്കളിലൊക്കെ ഇഷ്ടപ്പെട്ട പൂ ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ. ഇവിടെ നല്ല അടിപൊളി പൂക്കളുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ റെഡ് പൂക്കൾ നല്ല ഇഷ്ടമാണ്. റോസ് പൂവ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പൂവായിരുന്നു. കുറേ പൂവുണ്ട്. കാണിച്ചു തന്നാലും തീരത്തില്ല കേട്ടോ. ഇത് കണ്ടിട്ട് സൺഫ്ലവർ പോലുണ്ട്, പക്ഷേ സൺഫ്ലവർ അല്ല കേട്ടോ. കുറേ ചുവപ്പ് പൂവുകളുണ്ട്. കണ്ടോ റോസാപ്പൂവ്? ഈ റോസാപ്പൂവ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വയലറ്റ് കളറൊക്കെ ഉണ്ട്. ഇനി വയലറ്റ് ഇല്ലാന്ന് പരാതി പറയാം. കുഞ്ഞി മഞ്ഞപ്പൂക്കളും വലിയ മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ട്. കല്ല് ഇഷ്ടപ്പെട്ടു. ഇവിടെ കുഞ്ഞിപ്പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഗാർഡനൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട് തീരണി കേട്ടോ. അതിഗംഭീരമായിട്ടാണ് ഇവിടുത്തെ കാഴ്ച. ഗൈസ് ഇതാണ് ഇവിടുത്തെ ഫ്ലവേഴ്സ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഈ വൈറ്റ് നോക്കുന്ന നല്ല ഭംഗിയിലേക്കും സ്മോൾ ഫ്ലവറാണ്. പിന്നെ അവിടെ എന്താ സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് പാലത്തുമലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബസ്സിലൊക്കെ കയറി ഡാൻസ് കളിക്കാൻ ഇരുട്ടായി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ബൈ ബൈ. ഇപ്പുറത്തുള്ള വീഡിയോസ്.